കഴിഞ്ഞ ദിവസം ക്ലാസ് മുറിയിലെ കോൺക്രീറ്റ് അടർന്നു വീണ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തി. ഗേൾസ് സ്കൂളിലേതടക്കം നഗരസഭാ അതിർത്തിയിലെ മുഴുവൻ സ്കൂളുകളിലെയും കെട്ടിടങ്ങളും ചുറ്റുപാടുകളും പരിശോധിക്കുവാൻ നഗരസഭ തീരുമാനിച്ചെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ക്ലാസ് മുറിയിലെ ഭിത്തിയുടെ കോൺക്രീറ്റ് അടരുകൾ താഴേക്ക് വീണ സംഭവമുണ്ടായ കായംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സന്ദർശനം നടത്തി. വിവരമറിഞ്ഞ ഉടൻ തന്നെ ക്ലാസ് മുറികൾ കെട്ടിടത്തിൽ നിന്നും മാറ്റുവാൻ അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നതായി ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മുടെ കായംകുളം നഗരസഭയിലെ മുഴുവൻ സ്കൂളുകാരുടെയും യോഗം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് DS-ന്റെ മരണം വന്നു. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുന്നുണ്ടെന്ന് പറയാം. അവിടെ തീരുമാനമെടുത്ത് കൗൺസിൽ ഒരു തീരുമാനം എടുക്കുക എല്ലാം ചെയ്തിട്ട് നമ്മൾ അവരെ എല്ലാം വിളിച്ചു കൂട്ടി. അപ്പോൾ ഓരോ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെയും സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്താനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതുണ്ടായത്. അപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ആളുകൾ വന്ന് ഇത് കാണുകയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ HMO ബന്ധപ്പെട്ടു. നമ്മുടെ AEO ഇപ്പോൾ DEOയുടെ ചാർജ് എടുക്കുന്ന AEO ബന്ധപ്പെട്ടു. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ ഹൈസ്കൂളിൻ്റെ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. പക്ഷേ ഹൈസ്കൂളുകാർക്ക് ഇന്ന് അവധി കൊടുക്കാൻ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ദിവസം നമുക്ക് എടുക്കാമെന്ന് പറയാം. അപ്പോൾ ഇന്ന് അവധി കൊടുത്തുകൊണ്ട് ഇതിനിപ്പോൾ അടിയന്തരമായിട്ട് ഇവിടുത്തെ 4 സ്കൂളിലെ ഇവിടെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി 4 സ്കൂളിലെ HMOമാരെയും പ്രിൻസിപ്പലിനെയും PTA അംഗങ്ങളെയും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് DEO ഉണ്ട്. അവരുടെ യോഗം വിളിച്ച് ഇത് നമുക്കൊരു കൃത്യമായിട്ടും ഇത് കാര്യം കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുത്തതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ഇന്ന് നമ്മൾ ഈ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ. പകരം നമുക്ക് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 9 ഡിവിഷൻ വേണമെന്നാണ് നമുക്ക് തോന്നുന്നത്. ആ 9 ഡിവിഷനും എവിടെയെങ്കിലും കണ്ടെത്തിക്കൊണ്ട് അവിടേക്ക് കുട്ടികളെ മാറ്റി സ്റ്റെബിലിറ്റിയൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാം. കാരണം അതിൻ്റെ കൗൺസിൽ തീരുമാനമൊക്കെ എടുത്തു കൊടുക്കണം. എങ്കിലും ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ളതായതുകൊണ്ട് മുൻകൂർ കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൊടുക്കാം. പിന്നെ ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇപ്പം നമ്മൾ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ ഇരുന്ന കാര്യങ്ങൾ തീരുമാനിക്കാം. അതിനോടൊപ്പം തന്നെ മുഴുവൻ സ്കൂളുകളിൽ എന്ന് വെച്ചാൽ എയ്ഡഡ്, അൺഎയ്ഡഡ്, ഗവൺമെൻറ് ഈ സ്കൂളുകളിലെ മുഴുവൻ HMOമാരെയും വിളിച്ച് ചേർത്തുകൊണ്ട് ഓരോ സ്കൂളിൻ്റെയും സ്റ്റെബിലിറ്റിയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് സ്റ്റെബിലിറ്റി ഇല്ലാത്ത കെട്ടിടമാണ് ഒരു കാരണവശാലും നഗരസഭയിൽ നിന്ന് അവർക്കൊരു അനുമതി കിട്ടത്തില്ല. ഇനി അവരെന്തെല്ലാം പറഞ്ഞാലും നമ്മൾ ആ അനുമതി കൊടുക്കില്ല. സ്കൂളുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധനയ്ക്കായി TKM എഞ്ചിനീയറിംഗ് കോളേജില് വിദഗ്ധരെ വരുത്താനും തീരുമാനിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. സ്കൂളിലെ മുഴുവൻ കെട്ടിടങ്ങളും പരിശോധിക്കുവാനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കൂടാതെ നഗരസഭാ അതിർത്തിയിലെ മുഴുവൻ സ്കൂളുകളിലെയും കെട്ടിടങ്ങളും ഇതിന്റെ ചുറ്റുപാടുകളും പരിശോധിക്കാനായുള്ള നീക്കം നടത്തുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.